മൂന്നാമത്തത്, നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാവാനുള്ള മൂന്നാമത്തെ വഴി, ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ബഹുമാനിക്കേണ്ടവരോടുള്ള ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കണം. ഗസാലി ഇമാം റഹിമഹുല്ലാ അതും പറയുന്നത്. ഉപ്പ ഉമ്മാൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം. ഉപ്പയാണ് പറയേണ്ടത് ഉമ്മാനെ കുറിച്ച്. നീ എന്താടാ ഉമ്മാനെ പറഞ്ഞത്? നീ എന്താ ഉമ്മാനെ പറഞ്ഞത്? ഉമ്മാക്കൊന്നും തിരിയൂല എന്നാ. നിനക്കെല്ലാം തിരിയുമായിരിക്കും അല്ലേ? ഈ തിരിയുന്ന ഇംഗ്ലീഷും എല്ലാം പറയാൻ പഠിച്ചത് ആ മിന്നിപ്പാൽ കുടിച്ചിട്ടല്ലേ? ആ കുടിക്കണ കാലത്ത് എത്ര നീ ആ മുലക്കണ്ണിയിൽ കടിച്ചിട്ടുണ്ടാവും, എത്ര വേദനിച്ചിട്ടുണ്ടാവും. നീ ഇന്നല്ലേ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇടത്തേക്ക് കൊണ്ടൊക്കെ വൃത്തിയാക്കിയത്? നിൻ്റെ ആദ്യത്തെ കാഷ്ടവും മൂത്രലും ഉമ്മാൻ്റെ മടിത്തട്ടിലല്ലേ? ഉമ്മാന്ന് വിളിക്കാൻ ഒരാളുള്ളതുകൊണ്ടല്ലേ നീ വലിയ ധൈര്യത്തിൽ കയറി വരുന്നത്. ഉമ്മാനെ കുറിച്ച് ഉപ്പ പറഞ്ഞു കൊടുക്കണം, ശരിക്ക് പറഞ്ഞു കൊടുക്കണം. നീ എന്തിനാ കരയുന്നത്? ഉപ്പ വിട്ടാലും ടൂറിന് പോകണ്ടെന്ന് ഉമ്മ പറഞ്ഞു. അപ്പം നമ്മളെ നാട്ടിൽ ഉപ്പമാർ എന്താ പറയുക? എന്താ പ്രശ്നം പോലും? എന്താ പ്രശ്നം നമുക്കറിയില്ല, ഉമ്മാൻ്റെ പൊരുത്തമില്ല എന്നാ പറയുന്നത്. ഈ പൊരുത്തക്കോ ഇതിനെ കൊണ്ട് കുടുങ്ങി മോനെ. ഉപ്പ ദുനിയാവിലാകെ ഒരു തെറ്റേ ചെയ്തിട്ടില്ല. എന്തുപ്പ? എൻ്റെ ഉമ്മാനെ കെട്ടിയ തന്നെ. ഇനി ഈ പിള്ളേർ എങ്ങനെ നന്നാല്? ഇനി എങ്ങനെ ഈ പിള്ളേർ നന്നാല്? ഉപ്പയും ഉമ്മയും തല്ലാവണമെന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് തല്ലീതാണ് തല്ലാക്കിയിട്ട് പുറത്തേക്ക് വരിക. മക്കളെ മുമ്പിൽ നിന്ന് ഈ ചില ചങ്ങായിമാർക്കുണ്ട് ഈ സൈക്കോളജി എല്ലാം ഓവറായിട്ട് പഠിച്ചിട്ട് അവൻ്റെ അലാക്കിൻ്റെ ഡയലോഗ് ഉണ്ടാവും ഏത് കാലത്തും. ഭാര്യ എന്ത് ചെയ്യുമ്പോൾ പറയലെന്താണെന്നറിയാം, അങ്ങനല്ല മക്കളെ വളർത്തേണ്ടത്, അങ്ങനല്ല. എനിക്ക് എപ്പോഴും ഒരു ഡയലോഗ് ഉണ്ടാവും. ചങ്ങായിമാരെ, മക്കളെ മുമ്പിൽ നിന്നൊന്നും ഈ ഭാര്യ ഭർത്താവ് ഭാര്യനെ ഉപദേശിക്കരുത്. അത് ഈ മക്കൾക്ക് ഇവരോടുള്ള ബഹുമാനം കുറയാൻ കാരണം. 2, ഉപ്പാന്റെ ബഹുമാനം ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കണം. നീ എന്താടാ പറഞ്ഞത്? അയാളെന്നോ പോയി പണിയോക്കുന്നോ? എനിക്ക് ആ പഠനകാലത്ത് മൊബൈലില്ലാത്ത കാലത്തെ, ആ കൊറോണ കാലത്ത് ഓൺലൈൻ ക്ലാസ് 4 മാസത്തെ ശമ്പളം കൊണ്ട് വാങ്ങിച്ചത് എൻ്റെ ഫോണ്. ഇപ്പല്ലേ നീ കുറച്ചെന്തെങ്കിലും ആയതില്ലേ? ഉപ്പാനെ വേണ്ടല്ലേ? പറയണം. എന്താടാ നീ കരയുന്നത്? ഉപ്പ ചൂടായി. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഉപ്പാനെ കൊണ്ട്. ഞാൻ അടങ്ങും പോക്കായി. എന്നിട്ട് ഉമ്മാൻ്റെ വക സഹിക്കും മോനെ. 25 കൊല്ലമായി ഉമ്മയും സഹിക്കുന്നു ഉപ്പാനാണ്. എങ്ങനെയാ നന്നാവുക? മദർസയിലെ ഉസ്താദിനോടുള്ള ബഹുമാനം ഉപ്പയും ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കണം. നീ എന്താ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത്? കേട്ടോടാ, അതെല്ലാം അവിടെ കേട്ടെ. നീ എന്താ പറഞ്ഞത് സാറെ കുറിച്ച്, ഉസ്താദിനെ കുറിച്ച്? അത് പഠിപ്പിച്ചു കൊടുക്കണം. മദർസയിലെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടുള്ള ഉമ്മാനോടുള്ള ബഹുമാനം. മദർസയിലെ ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ പറയാണ്, അയാളെ മോനല്ലേ നീ അല്ലേ, എങ്ങനെയാണ് നന്നാലും മോന്തായം വെള്ളാൻ ഇടത്ര 18, 19. ഇനി ഈ മദ്രസയിൽ ഉസ്താദ് നാളെ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ എന്നുള്ള ക്ലാസ് എടുത്തിട്ട് എന്താ കാര്യം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബഹുമാനാണ്. ചില ആൾക്കാർ പറയും അയാളെ മീറ്റിങ്ങിൽ വിളിക്കണ്ടെന്ന്. എന്തേ? അയാളെ ബഹുമാനിക്കേണ്ടി വരുമെന്ന്. എടോ, ഇസ്ലാം എന്ന് പറഞ്ഞ ബഹുമാനാണ്. നീ ഡ്രൈ ആവരുത്, വരണ്ടു പോവരുത്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ ധാരാളം ആലിമീങ്ങൾ ഉസ്താദുമാരും കുടുംബക്കാരൊക്കെ വീട്ടിലേക്ക് വന്നിട്ട്, അപ്പോൾ നമ്മളെ കുട്ടി സോഫന്റെ മേലെ കാലിന്റെ മേലെ കാലൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവനോട് അത് ചെറിയ പ്രായത്തിൽ തിരുത്തി കൊടുത്താൽ പിന്നെ ആ കുട്ടി ശരിയായിക്കോളും. അതാണ് മൂന്നാമത്. ഞാൻ ചുരുക്കി പറയാണ്, 7 എത്തണമല്ലോ. 4, നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാവാനുള്ള 4 കാര്യം, ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, സുയാനത്തുൻ അൻ ഖുറനാഇ സൂ. അവരുടെ കൂട്ടുകാരൊക്കെ നല്ല കൂട്ടുകാരായിരിക്കണം, മോശം കൂട്ടുകാരുണ്ടാകാൻ പാടില്ല. നമ്മളെ മക്കള് നന്നാവാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അവരുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരാവുക എന്നുള്ളത്. നമ്മുടെ പിള്ളേർ ഈ കോസ്മെറ്റിക്സും പുതിയ ആപ്പുകളും ഹറാമുകളും പഠിക്കുന്നത് ക്യാമ്പസുകളിൽ നിന്നും അവരുടെ ചുറ്റുപാടുകളിൽ നിന്നുമാണ്. എന്താ കാരണം? ഹറാമുകളുടെ ഈറ്റില്ലങ്ങളായി ക്യാമ്പസുകൾ മാറുകയാണ്. ആണിനും പെണ്ണിനും കൂടി ഒറ്റ ബാത്റൂം ഉപയോഗിക്കാം എന്നുള്ളത് അഭിമാനമായി കൊണ്ട് നടക്കുകയും അത് വലിയ വിപ്ലവമായി കൊണ്ട് നടക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥി പാർട്ടികളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
ആ കാലത്ത് നമ്മൾ ജീവിക്കണത്. അപ്പോൾ പിന്നെ നമ്മളെ പിള്ളേർ എപ്പോഴാണ് ലിബറൽ ആവാതിരുന്നത് എന്ന് ചോദിച്ചാൽ മതി. നമ്മുടെ കുട്ടികൾ നന്നാവണോ? അവന്റെ കൂട്ടുകാര് മുഴുവനും നന്നാവണം. അൽ മർഉ അലാ ദീനി ഖലീലി ഫല്യൻദുർ അഹദുകും മൻ യുഖാലിൽ. ഓരോരുത്തരും അവരുടെ കൂട്ടുകാരുടെ ദീനിലായിരിക്കും, ചര്യയിലായിരിക്കും ജീവിക്കുക. അതുകൊണ്ട് കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. റിക്വസ്റ്റ് വന്ന എല്ലാവരെയും കൂട്ടുകാരെന്ന് ആക്കാൻ ഇസ്ലാമിൽ പറ്റൂല. നമുക്കൊന്നിക്കിൽ അയാളെടുത്തത് ദീൻ ഇങ്ങോട്ട് കിട്ടണം, ഇൽമ കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഇൽമ കേൾക്കാൻ തയ്യാറായ ആളാവണം. ഇതല്ലാത്തൊരു കൂട്ടുകാരൻ നിനക്കുണ്ടാവരുതെന്ന് ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു. നല്ല കൂട്ടുകാർ നമുക്ക് ഉണ്ടാവണം. ഇസ്തക്സിറു മിനൽ ഇഖ്വാനി ഫില്ലാഹ്. നിങ്ങൾ കുറേ നല്ല കൂട്ടുകാരെ ഉണ്ടാക്കൂ. ഫഇന്ന ലികുല്ലി മുഅ്മിനിൻ ശഫാഅ. ഓരോ മുഅ്മിനിനും മറ്റൊരാളെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള അർഹത, ശഫാഅത്തിന്റെ ക്വാളിറ്റി അള്ളാഹു കൊടുക്കുമ്പോൾ, നിനക്ക് കുറേ നല്ല കൂട്ടുകാരുണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ വിളിയിൽ ശഫാഅത്തിൽ നീ കൈച്ചലായാലോ? SSFകാരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എത്രയാ ആലിമീങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ളത്, എത്രയാ നല്ല നല്ല കൂട്ടുകാർ നമുക്ക് സംഘടനയിലൂടെ ലഭിക്കുന്നത്. ഇത് തന്നെയാണ് സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സുന്നത്തെ ജമാഅത്തിന്റെ സംഘങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ളവർ ഒരു ചങ്ങലയിൽ എങ്ങനെയാ ചേർന്നു നിൽക്കുന്നത്? അവരുടെ ലേബൽ SSF എന്നുള്ളതാണ്. നല്ല കുറെ കൂട്ടുകാർ നമുക്കുണ്ടാവണം. നരകത്തിലെത്തിയ മനുഷ്യന്മാരെ ആദ്യം അട്ടഹസിച്ച് പറയണത് എന്താ? മാലന മിൻ ഷഫീഅ. കൈപിടിച്ച് സ്വർഗത്തിലെത്തിക്കാൻ, രക്ഷപ്പെടുത്താൻ എനിക്ക് കൂട്ടുകാരില്ലല്ലോ എന്നുള്ളതാണ്. പരാജയപ്പെട്ടു എന്ന് തോന്നിയാൽ പരലോകത്ത് വിളിച്ചു പറയുന്ന ഡയലോഗ് എന്താ? യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ആ ചങ്ങായിയെ കൂട്ടുകാരനാക്കിയത് കൊണ്ടാണ് ഞാൻ കേടായി പോയത്. യൗമ യഗുല്ലു ളാലിമു അലാ യദൈഹി. വിരല് കടിച്ച് ടെൻഷനാവും. ആ ചങ്ങായിനെ കൊണ്ട് ഞാൻ ആ ആപ്പ് പഠിച്ചത്, ഹറാമ് പഠിച്ചത്. ഇവനായിരുന്നു എനിക്ക് പല ഹറാമുകളും പഠിപ്പിച്ചു തന്നത്. ഇങ്ങനെ ഒന്നുണ്ടടാ ചെറിയ പൈസക്ക്, ഇവിടുന്നാടാ അതിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ കിട്ടാന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം ട്രിക്ക്, എന്തെല്ലാം ഹറാമ്, എന്തെല്ലാം വേണ്ടാത്തരങ്ങളാ അവൻ എനിക്ക് പഠിപ്പിച്ചു തന്നത്. എനിക്ക് എന്തെങ്കിലും അറിയായിരുന്നോ? ഇത് മുഴുവനും ഈ ചങ്ങായി എനിക്ക് പഠിപ്പിച്ചെന്നത്. യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഇവനെ കൂട്ടുകാരനാക്കിയത് കൊണ്ടാണല്ലോ. ലവ്വറുടെ പുറമെ ബെസ്റ്റി. എന്തെല്ലാം വൃത്തികേടുകളാ പുതിയ കാലം. കൂട്ടുകാരെ, നമ്മുടെ മുഴുവൻ ചുറ്റുവട്ടത്തുള്ള എല്ലാവരെയും കൂട്ടുകാരാക്കാൻ നമുക്ക് പറ്റൂല. മറിച്ച് നമ്മുടെ ആഖിറം വെളിച്ചമാക്കുന്നവരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ. അതാണ് ഇമാം ഷഹറാനി തങ്ങൾ അൽ അൻവാർ ഫി ആദാബി സുഹ്ബത്തിൽ അഖിയാർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ ആരുടെ കൂടെ കൂട്ടുകൂടേണ്ടത്? നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ എന്താ നൽകേണ്ടത്? തഖ്വയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ കൂടെ കൂടുന്ന ഒരാൾക്ക് ഖിലാഫുൽ ഔലയും കറാഹത്തും ഹറാമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇടപെടേണ്ടത്. വലിയ തെറ്റായിട്ട് തോന്നിപ്പിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഫുൾ സ്ലീവ് ഷർട്ട് മടക്കിയിട്ട് നിസ്കരിക്കൽ കറാത്ത. അങ്ങനെ ഒരു കൂട്ടുകാരൻ, നമ്മുടെ കൂട്ടുകാരൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ, എന്താടാ ഇതിങ്ങനെ, നീ ആരെയും അടിക്കാനായിട്ട് പോയതാണോ? ഇതെന്താ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഫുൾ സ്ലീവ് മടക്കിയിട്ടാ നിസ്കരിക്കല്? നമ്മളെ വർത്താനത്തിൽ അതെന്തോ കശുർബിൽ ഖംറി വസിന, ഇതെന്തോ വലിയ തെറ്റാന്നാറ്റം തോന്നിപ്പിക്കണം. അതാ ശരിക്കും കൂട്ടുകാര്. തഖ്വ കൂട്ടുക വേണ്ടത്, അല്ലാതെ പ്രശ്നമൊന്നുമില്ലടാ, അസ്നബി ഇമാമിന് കൗലുണ്ട്, അതറ ഇമാമിന് കൗലുണ്ട്, അങ്ങനല്ല നമ്മൾ പറയേണ്ടത്. ചില ആളുടെ കൂടെ കൂടിയാൽ എപ്പോഴും കീലുണ്ടാവും, അയാൾക്ക് ഒരിക്കലും കാലുണ്ടാവില്ല. അങ്ങനല്ല, അതല്ല. നമ്മളെ കൂടെ കൂടുന്ന ആൾക്ക്, നമ്മളെ കല്യാണം കഴിച്ച ഭാര്യ, ആ പെണ്ണിന് തഹജ്ജുദ് മുടങ്ങല്ല വേണ്ടത്, ളുഹ പതിവാക്കല്ലേ വേണ്ടത്, അങ്ങനല്ലേ വേണ്ടത്. അതെ. അപ്പൊ നല്ല കൂട്ടുകാരുണ്ടായിരിക്കുക. നമ്മളെ മക്കൾ എവിടെ പഠിക്കണം എന്ന് നമുക്കൊരു അജണ്ട ഉണ്ടാവണം. ഇർഷാദുൽ ഹയാറ എന്ന ഗ്രന്ഥത്തിൽ യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാ വിശദീകരിക്കുന്നുണ്ട്. ജീലാനി തങ്ങളുടെ വാക്കുകളാണ് വിശദീകരിക്കുന്നത്. എന്താ പറയണത്? നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന കലാലയം ഏതാവണമെന്ന ജാഗ്രത മാതാപിതാക്കൾക്കുണ്ടാവണമെന്ന് വിശദീകരിക്കുന്നു. ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവണം. ശരി, നല്ല തന്നെ, ഷുഡ് ബി സ്റ്റഡീഡ് വെരി വെൽ, നന്നായി പഠിക്കട്ടെ. ഡിഗ്രിയും PG വേണം, ഉണ്ടാവട്ടെ. നമ്മുടെ സമുദായത്തിൽ നിന്ന് ധാരാളം പ്രതിഭകൾ ഉണ്ടാവട്ടെ, നാട്ടുകാരിൽ നിന്നുണ്ടാവട്ടെ. ശരി,
പക്ഷേ അപ്പോഴൊന്നും നിസ്കാരം ഖളാവരുത്.